أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ തഖ്വയോടുകൂടി ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാനിന്റെ ഏറെ പ്രതിഫലാർഹമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. സ്വാഭാവികമായി മനുഷ്യരുടെയൊക്കെ മനസ്സിൽ മാറ്റങ്ങളുണ്ടായി. എല്ലാ മനുഷ്യരും നന്മയെക്കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സ് ഓരോ വിശ്വാസികളിലും ഉണ്ടാകുമ്പോൾ പൈശാചികമായ ചില ഇടപെടലുകൾ, ചില തോന്നലുകൾ, നന്മയിൽ നിന്ന് പിന്മാറാനുള്ള ചില മനസ്സുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ മനസ്സിലേക്ക് മടിയും അലസതയും ഒക്കെ കടന്നു വരുമ്പോഴും നമ്മുടെ ആരാധനകളിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലും നമ്മുടെ സൽക്കർമ്മങ്ങളിലും ഒന്നും ഒരു മുടക്കവും വരുത്താതെ വളരെ ആത്മാർത്ഥമായി ഈ ഒരു മാസത്തെ കഴിച്ചുകൂട്ടാനുള്ള ഒരു മനോധൈര്യം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നതാണ് വിശുദ്ധ റമളാനിന്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് പൂർണ്ണമായി അവതീർണമായത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ്. അതുകൊണ്ടാണ് ഈ വ്രതം നാം അനുഷ്ഠിക്കുന്നത്. ആ വിശുദ്ധ ഖുർആൻ ഒന്നിച്ച് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി എന്നതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. പിന്നീട് 23 വർഷം കൊണ്ട് ഓരോരോ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അതെത്തിക്കുകയും അതിലൂടെ ഒരു സമൂഹത്തിന് വലിയ മാറ്റമുണ്ടാകുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ഒരു വാർഷികമാണ് വിശുദ്ധ റമളാൻ എന്നത്. വിശുദ്ധ ഖുർആൻ എന്നത് കേവലം ആരാധനകളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മാത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. അത് മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്.
ഒരു പുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നിയമങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ പുസ്തകം എത്രയോ പ്രാവശ്യം നമ്മൾ വായിക്കും. നമ്മുടെ ജീവിതത്തിലെ വിജയം നിശ്ചയിക്കുന്നത് ഈ പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം. ഇതിലെ ആശയങ്ങൾ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പാലിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും വിജയിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം തന്നാൽ നമ്മളത് പൂർണ്ണമായി വായിക്കുമോ? അതിലാണ് നിങ്ങളുടെ വിജയമുള്ളത്. ആ പുസ്തകമാണ് ഖുർആൻ എന്നത്. ഖുർആൻ എന്നത് വായിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ്. ആ വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കണം എന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. കാരണം ഖുർആനിലാണ് നമ്മുടെ ജീവിതത്തിനാവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ അത് ആശയമറിഞ്ഞ് അർത്ഥമറിഞ്ഞ് അതിന്റെ വിശദീകരണം മനസ്സിലാക്കി നാം വായിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരായ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. അലിഫിന് പ്രതിഫലമുണ്ട്, ലാമിന് പ്രതിഫലമുണ്ട്, മീമിന് പ്രതിഫലമുണ്ട്. കാരണം ഖുർആൻ എന്നത് എത്രത്തോളം അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ്. എന്നാൽ അത് വായിക്കുന്നത് കൊണ്ട് പ്രതിഫലം ലഭിക്കുന്നു എന്നതിനപ്പുറം അതിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ഖുർആനിന്റെ പരിഭാഷകൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലുണ്ട്. ഖുർആനിന്റെ പരിഭാഷകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം കേട്ടുകൊണ്ട് നമ്മുടെ വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. ഖുർആനിന്റെ പരിഭാഷകൾ നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ പള്ളികളിലുണ്ട്. അപ്പൊ നമ്മൾ വായിക്കുക എന്നതാണ്, വായിക്കുന്നതിനാണ് പുണ്യം. കേൾക്കുന്നതിനും പുണ്യമുണ്ട്, വായിച്ചു കൊടുക്കുന്നതിനുമൊക്കെ പുണ്യമുണ്ട്. എന്നാൽ വായിച്ചറിയുമ്പോഴുള്ള ജീവിതത്തിലെ ഒരു മാറ്റം, അത് കൊണ്ട് തന്നെ വായിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠകരവും ഏറെ പുണ്യവുമുള്ള ഒന്നാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ മാസത്തിൽ നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം, ഈ ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ വായിക്കും. അത് വായിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും ഓരോ സന്ദർഭങ്ങളിലും നാം എത്തിപ്പെടുമ്പോഴുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ആ ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. എന്താണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ? പ്രവാചകരെ, ഈ ഖുർആൻ എന്നാൽ കിതാബുൻ അൻസൽനാഹു ഇലൈക, ഇത് നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ്. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. സ്തുത്യാർഹനായ പ്രതാപശാലിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന നേരായ മാർഗത്തിലേക്ക് വഴി നടത്താനുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോ ഒരുപാട് ഇരുട്ടുകൾ സമൂഹത്തിലുണ്ട്. വിവിധങ്ങളായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലക്കല്ല, ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു കുടുംബം എന്ന നിലക്ക്, ഒരു ഗ്രാമം എന്ന നിലക്ക്, ഒരു രാജ്യം എന്ന നിലക്ക് മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആനിലുണ്ട്. അതാണ് അത് ളുലുമാത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ റമളാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത്. ഹുദൽ ലിന്നാസ്, ഖുർആൻ എന്നത് മനുഷ്യർക്ക് സന്മാർഗമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യർക്ക് ഏറ്റവും നേരായ പാത കാണിക്കുന്ന ഒരു ഗ്രന്ഥവും സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഗ്രന്ഥവുമാണ് ഖുർആൻ എന്നതാണ്. അപ്പൊ ഈ ഖുർആനിൽ എല്ലാം ഉണ്ട്. ഖുർആൻ ഒരാൾ വായിച്ച് അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ മാറും. ഓരോ മേഖലകൾ നാം എടുത്തു പരിശോധിച്ചാലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും വലിയ ചൂഷണത്തിന്റെ രംഗമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസമാണ്.
നാട്ടിലെ ഏതെങ്കിലും ഒരു പോക്കറ്റ് അടിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടം നടത്തുമ്പോൾ ഒരു മനുഷ്യനെ ചെറിയ രൂപത്തിൽ പറ്റിക്കുന്നതൊന്നുമല്ല വലിയ ചൂഷണവും പറ്റിക്കലും എന്ന് പറയുന്നത്. മറിച്ച് മതത്തിന്റെ ഔദ്യോഗികമായ വേഷങ്ങളും ചിഹ്നങ്ങളും രൂപങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ മതത്തിൽപ്പെട്ട ആളുകളും അതിന്റെ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അത് ഖുർആനിലുണ്ട്. അങ്ങനെയാണല്ലോ വിശ്വാസമില്ലാത്തവർ പോലും മുസ്ലിമായി പിറന്നു, ഇസ്ലാമിക നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരാളല്ല. ഹൈന്ദവനായി പിറന്നു, ഹൈന്ദവ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരാളല്ല. ക്രൈസ്തവനായി ജീവിക്കുന്നു, ക്രൈസ്തവ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരാളല്ല. എന്നാൽ ജീവിതത്തിൽ ഒരു മുസ്ലിമിനൊരു പ്രയാസം വന്നു, ഒരു ഹൈന്ദവനൊരു പ്രയാസം വന്നു, ഒരു ക്രൈസ്തവനൊരു പ്രയാസം വന്നു. എല്ലാവരും ഒന്നിച്ചകപ്പെടുന്ന ഒന്നാണ് വിശ്വാസ ചൂഷണം എന്നത്. അവിടെ ആളുകളുടെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അവിടെ പണം കൊടുക്കണോ? നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത് നടന്ന ചില കേസുകൾ, ചില പീഡനങ്ങൾ, അതൊക്കെ എന്താണ്? അതൊക്കെ ഈ തരത്തിലുള്ള മധ്യവർത്തികളെന്ന്, അള്ളാഹുവിങ്കലേക്കുള്ള ദൈവത്തിങ്കലേക്കുള്ള മധ്യവർത്തികളെന്ന് അവകാശപ്പെടുന്ന ആളുകളിലേക്ക് കൊണ്ടുപോയി തങ്ങളുടെ പെൺമക്കളെയും തങ്ങളുടെ ഭാര്യമാരെയും തങ്ങളുടെ സമ്പത്തുമെല്ലാം ഏൽപ്പിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് വിശ്വാസമാണ് എന്നതാണ്. എന്നിട്ടോ അവരുടെ പോക്കറ്റിലുള്ള പണം അടിച്ചു മാറ്റുന്നു, അവരുടെ ഭാര്യമാരുടെ മാനം കവരുന്നു, അവരുടെ പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ വിശ്വാസം ഒരു മനുഷ്യന് എവിടെ നിന്ന് മനസ്സിലാക്കാം? ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാം. ചൂഷണമില്ലാതെ ജീവിക്കുവാനുള്ള സന്ദേശം അത് ഖുർആനിലുണ്ട്. ഖുൽ നബിയെ നീ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. പ്രവാചകരെ, നീ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ എഴുതി വച്ചിട്ടുള്ളത് അതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അതെത്ര നിർഭയത്വത്തിന്റെ വിശ്വാസമാണ്! എന്ത് ജീവിതത്തിൽ വന്നാലും, എന്ത് തകർച്ച വന്നാലും, എന്ത് ഉയർച്ച വന്നാലും ആരിൽ നിന്നാ? അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൽ നിന്നാണ്, വേറെ ആർക്കും അതിൽ പങ്കില്ല. വഇൻ യംസസ്കല്ലാഹു ബിദുദ്ദിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വഇൻ യുരിദക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി. മനുഷ്യരെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു ദുർറ് ഉദ്ദേശിച്ചിട്ടുണ്ടോ, ഒരു ഉപദ്രവം ഉദ്ദേശിച്ചിട്ടുണ്ടോ, അത് തട്ടിമാറ്റാൻ അള്ളാഹുവിനെ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ, അതെടുത്തൊഴിവാക്കാൻ അള്ളാഹുവിനെ കൊണ്ടേ കഴിയൂ. ഇത് നിർഭയത്വത്തിന്റെ വിശ്വാസമാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ഖുൽ നബിയെ നീ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു ഞങ്ങൾക്ക് എഴുതി വെച്ചത് എന്താണോ അതേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാനാ, അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികൾ ആ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ, അയാൾക്ക് വേറെ ആരെങ്കിലും പേടിക്കണോ? ഒന്നുമില്ല. കാരണം എന്താ? ആ മനുഷ്യൻ അറിയാം, അഭൗതികമായി, അദൃശ്യമായി, ഗൈബിയായി എന്റെ ജീവിതത്തിൽ ഒരു നന്മ വരുത്താൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ. എന്റെ ജീവിതത്തിൽ ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ അള്ളാഹുവിനെ കഴിയുകയുള്ളൂ. ആ വിശ്വാസമാണ് ഈമാനിന്റെ വിശ്വാസം. അതെവിടെയുണ്ട്? ഖുർആനിലുണ്ട്. ആ ഖുർആനിൽ നിന്ന് വിട്ടാലോ? കാണുന്ന കിതാബുകളെല്ലാം, കാണുന്ന കേൾക്കുന്ന പ്രഭാഷണങ്ങളെല്ലാം, പറയുന്ന വാക്കുകളെല്ലാം, ടിവികളിലൂടെ, മൊബൈൽ ഫോണുകളിലൂടെ വരുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കി ഒന്നിനും ധൈര്യമില്ലാത്ത മനുഷ്യന്മാർ. ഒരു പുതിയ കച്ചവടം തുടങ്ങാൻ ധൈര്യമല്ല. അതൊരാളോട് പറയാൻ പറ്റുമോ? അതൊരാൾ കാണാൻ പറ്റുമോ? ആകെ ബേജാറായി ജീവിക്കുന്ന മനുഷ്യന്മാർ. അവിടെയാണ് നിർഭയത്വത്തിന്റെ വിശ്വാസം ഖുർആൻ നൽകുന്നുണ്ട്. അതിന് ഖുർആൻ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ ഏകദേശം എല്ലാ പ്രശ്നങ്ങളുടെയും നാരായ വേരെന്താ? ലഹരിയാണ്. ഏത് പ്രശ്നം എടുത്തു നോക്കൂ, അതിലകപ്പെട്ടിട്ടുള്ള ആൾ ഒന്നുകിൽ കൊല്ലുന്നയാൾ, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നയാൾ, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നയാൾ. അങ്ങനെ എത്ര മരണങ്ങൾ, എത്ര കൊലപാതകങ്ങൾ ഓരോ ദിവസവും നാം വായിക്കുന്നുണ്ട്. എത്ര റോഡ് ആക്സിഡന്റുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്.
ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ സ്വന്തം മക്കളാൽ കൊല്ലപ്പെട്ട എത്ര പിതാക്കളുണ്ട്? ഓരോ ദിവസവും നമ്മളൊന്ന് എന്നും വായിക്കുന്നത് കൊണ്ട് നമുക്കിതിനൊരു ആശ്ചര്യം ഉണ്ടാവില്ല, എന്നും കാണുന്ന തന്നെയല്ലേ. പക്ഷെ ഖുർആനിന്റെ ഒരു നിർദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കുക വാർത്ത. എന്താലേ, ഇസ്ലാം നിരോധിച്ച ഒരു കാര്യമാണല്ലോ ലഹരി. അത് കൂടുതലാണെങ്കിലും കുറച്ചാണെങ്കിലും ഇസ്ലാമിക നിയമം, ഇസ്ലാമിന്റെ ഖുർആനിന്റെ ആ പ്രഖ്യാപനം ഈ മനുഷ്യന്മാർ അനുസരിച്ചിരുന്നുവെങ്കിൽ ഈ അച്ഛൻ കൊലപ്പെടില്ലല്ലോ. 1.5 വയസ്സ് മുതൽ പിതാവ് ഉപേക്ഷിച്ചു പോയി 25 വയസ്സായ മകൻ താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ കടുത്തരിഞ്ഞ് കൊലപ്പെടുത്തിയ വാർത്ത. ഈ മകൻ ഒരു മുസ്ലിമാണല്ലോ. 25 വയസ്സായ ഈ മകൻ ഖുർആനിന്റെ പ്രഖ്യാപനം അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ ഉമ്മ കൊല ചെയ്യപ്പെടുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതില്ല. ഒരു കുടുംബത്തിലെ 5 ആളുകളെ നമ്മൾ വായിച്ചില്ലേ കഴിഞ്ഞ വർഷം? ഒരു കുടുംബത്തിലെ 5 ആളുകളെയാണ് ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത്. കാരണം എന്താ? ലഹരി. എവിടെയും മദ്യം, എവിടെയും ലഹരി, അതിന്റെ വ്യത്യസ്തങ്ങളായ പേരുകൾ. ആർക്കാണ് ഇതിന് മറുപടി പറയാൻ കഴിയുക? എന്താണ് ഇതിന് പരിഹാരം? രാത്രി കുറച്ച് കൂടുതൽ സമയം തുറക്കുക എന്നതാണോ പരിഹാരം? അല്ലെങ്കിൽ പകൽ കുറച്ച് സമയം പൂട്ടിയിടുക എന്നതാണോ പരിഹാരം? ഏതെങ്കിലും ഒരു ദിവസം അവധി കൊടുക്കുക എന്നതാണോ പരിഹാരം? അതല്ലെങ്കിൽ ഇത് കഴിക്കാൻ കൊടുക്കുന്ന ആളുകൾ തന്നെ ഉത്ബോധനം കൊടുക്കേണ്ടതാണോ പരിഹാരം? പരിഹാരം എവിടെയുണ്ട്? ആത്യന്തികമായ പരിഹാരം ഖുർആനാണ്. ആ ഖുർആനിന്റെ പരിഹാരം ഒരു സമൂഹം സ്വീകരിച്ചു. ഇത് വെറുതെ പറയുന്നല്ലോ. ഇദാ മിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമതി തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖിഹാ. പ്രവാചകൻ വന്നിരുന്ന ആ സമൂഹം മരണാസന്നരാകുമ്പോ സ്വന്തം അടുത്തുള്ള ബന്ധുക്കളോട് പറഞ്ഞിരുന്ന വാക്കാ, ഇദാ മിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമതി. ഞാൻ മരിച്ചു കഴിഞ്ഞാല് ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എന്നെ കുഴിച്ചിടണം കേട്ടോ. എന്നിട്ട് അതിന്റെ വേരുകളാൽ മരണശേഷം എന്റെ അസ്ഥികൾ നനയട്ടെ. ആ മുന്തിരി കൊണ്ടാണല്ലോ ഒന്ന് മദ്യം ഉണ്ടാക്കുക, ലഹരി ഉണ്ടാക്കുക. അപ്പൊ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എന്നെ കുഴിച്ചിടണം. ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അതിന്റെ വേരുകളാൽ എന്റെ അസ്ഥികൾ നനയട്ടെ എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹം വിശുദ്ധ ഖുർആൻ അവതീർണമായ ഒരു ലോകത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അത്രത്തോളം മദ്യവുമായി ഇഴകി ജീവിച്ചിരുന്ന ആളുകൾ. പബ്ലിക്കായി എതിർക്കാൻ ആരുമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സദസ്സ് ഉണ്ടാവുമ്പോ അത് ശരിയല്ല എന്ന് പറയാൻ ഒരാളില്ലേ? ഖുർആനിൽ ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് എന്ന് പറയാൻ ആളില്ലേ? ആരും എതിർക്കാല്ല. കാരണം എന്താ? അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് 3 ഘട്ടങ്ങളിലായി ഖുർആൻ അത് നിരോധിച്ചത്. ഒറ്റയടിക്കാണ് നിരോധിച്ചൊക്കെയല്ല, 3 ഘട്ടങ്ങളിലായി. നിങ്ങൾ മദ്യം ഉപയോഗിക്കുന്നതിൽ കൂടുതലും ഉപദ്രവമാണ്, കുറച്ചൊക്കെ ഉപകാരമുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഉപകാരമുള്ളല്ലോ, കുറച്ച് നിർത്തി. ആരാധനാ സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? മദ്യപിക്കരുത്. പിന്നെ ഗ്യാപ്പില്ല, കുറച്ചും കൂടി കുറഞ്ഞു. അവസാനം ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അത് പൈശാചികമാണ്, പാടെ ഒഴിവാക്കണം. എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഖുർആനിലെ ആയത്ത് അവതീർണമായി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഷാപ്പില്, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഷാപ്പില് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അബൂ ത്വൽഹക്കും കൂടെ ഇരുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അവർക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഷാപ്പിൽ ഒഴിച്ചു കൊടുക്കുന്ന ആളാ, പുറത്തുള്ളത് മുതലാളിയാണ്, ഒഴിച്ചിങ്ങനെ കൊടുക്കുക. അപ്പോഴാണ് ഈ പ്രഖ്യാപനം ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. കാത്തുനിന്നോ? ഇല്ല. കംപ്ലീറ്റ് അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. ദിവസങ്ങളോളം ആളുകൾക്ക് കൊടുക്കാനുള്ള മദ്യം ഉണ്ടായിരുന്നു. ആ മദ്യം മദീനയുടെ തെരുവുകളിലൂടെ ഒഴുകിയെന്നാണ്. എന്നിട്ട് അവർ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ചില പുസ്തകങ്ങളിൽ വായിക്കാൻ കഴിയും. അവർ ചോദിച്ചു എന്നാണ്, ഈ ഒഴുകിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെടികൾ സ്വാഭാവികമായി അതിന്റെ നനവ് കൊണ്ട് അത് തിളിർക്കുമല്ലോ, വളരുമല്ലോ. അത് കഴിച്ച് ഞങ്ങളുടെ ഒട്ടകങ്ങൾ വളർന്ന്
ആ ഒട്ടകങ്ങളിൽ നിന്നുള്ള പാല് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ എത്ര സൂക്ഷ്മതയുള്ള മനുഷ്യന്മാരായി അവർ മാറി. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണോ, അതുമായി ഒരു കോംപ്രമൈസും ഇസ്ലാമിലില്ല. കാരണം എന്താ? അത് ഇസ്ലാമിന്റെ നിയമമാണ്. വിശുദ്ധ റമദാനാകുമ്പോ മദ്യപാനം പൂർണ്ണമായി നിർത്തി പെരുന്നാളിന്റെ ഒരു ദിവസം അത് തുടങ്ങുന്ന ഒരാൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയാൾക്ക് ജീവിതത്തിൽ എന്ത് വിജയമാണുള്ളത്? ഒരാൾ നന്നാകുക എന്ന് പറഞ്ഞ, ഒരാൾ തൗബ നടത്തുക എന്ന് പറഞ്ഞ, എന്റെ ജീവിതത്തിൽ ഇനി ചെറുതോ വലുതോ ആകട്ടെ, കുറച്ചോ കൂടുതലോ ആകട്ടെ, ഖരമാകട്ടെ ദ്രാവകമാകട്ടെ, അതുമായി എനിക്കൊരു കോംപ്രമൈസുമില്ല എന്ന് മനുഷ്യർക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അയാൾ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ മാറി. മുൻപ് കുടിച്ചോനാണ് ആളുകളിൽ പോയി പറയും, അവൻ അതിന്റെ ഏജന്റ് ആയിരുന്നു എന്ന് ആളുകൾ പറയും. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ ആ ചെറുപ്പക്കാരന്റെ തീരുമാനമാണ്, എന്റെ റബ്ബ്, എന്റെ പടച്ചവൻ, എന്റെ ഖുർആനിൽ ജീവിതത്തിൽ വിജയമുണ്ടാകില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് പറയുമ്പോഴാണ് ഖുർആനിന്റെ വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിക്കുന്നത്. മാറ്റമുണ്ടായി. പലിശയുമായി ഇടപഴകി ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്താണ്! നമ്മുടെ നാട്ടിൽ ഒരു തെറ്റല്ലാതെ ആളുകൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് പലിശയുമായിട്ടുള്ള ബന്ധം. കള്ള ആളുകൾ കുടിക്കണോന് വരെ അറിയാം അത് കുടിക്കണത് തെറ്റാന്നുള്ളത്. പക്ഷെ പലിശയുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? അത് ഉപയോഗിക്കുന്നവൻ പോലും അതൊരു തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ന്യായവും ന്യായീകരണവും നിരത്തുന്ന ആളുകളാണ്. പക്ഷെ ഖുർആൻ അത്ര ശക്തമായി, പലപ്പോഴും മദ്യത്തെക്കാൾ, ലഹരിയേക്കാൾ ശക്തമായി പറഞ്ഞ കാര്യമാണ് പലിശ എന്നുള്ളത്. ഖുർആൻ പറഞ്ഞല്ലോ, യംഹഖുല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത്, പലിശയെ അല്ലാഹു നശിപ്പിച്ചിരിക്കുന്നു. പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ദാനധർമ്മങ്ങളെ അല്ലാഹു വളർത്തുകയും ചെയ്യുന്നു. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം, നന്ദിയില്ലാത്ത പാപിയായ ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഖുർആനിലെ ആയത്ത്. എന്താണ് അതിന് വിശദീകരണം നിങ്ങൾ അറിയോ? പലിശയുമായി ഒരു മനുഷ്യൻ ഇടപെട്ടാൽ ബറക്കത്ത് പിന്നെ അതിലുണ്ടാവില്ല എന്നാണ്. ബറക്കത്ത് ഉണ്ടാവില്ല. ഒന്നുകിൽ വല്ല ദുരന്തം, വല്ല നഷ്ടങ്ങൾ, വല്ല രോഗം, കുടുംബ പ്രശ്നങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ മനുഷ്യരിലേക്ക് വന്നെത്തും. രണ്ടാമത്തേത് ആത്മീയമായ നശീകരണമാണ്. അങ്ങനെ ഉണ്ടല്ലോ, പലിശയുമായി ഇടപെടുന്ന ഒരാൾക്ക് അയാൾക്ക് പിന്നെ എപ്പോഴും എപ്പോഴാണ് അടച്ചു തീർക്കേണ്ടത്, എപ്പോഴാണ് അവന് കൊടുക്കേണ്ടത്, ഇങ്ങനെ പല ചിന്തയായിരിക്കും. അയാൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഒന്ന് ഖുർആൻ ഓതാൻ കുത്തിർക്കുമ്പോഴേക്കാരടി. മറ്റൊന്ന്, ഈ മനുഷ്യന് പരലോകത്തുള്ള ശിക്ഷയും. അതുകൊണ്ട് നമ്മൾ നിസ്സാരമാക്കരുത് പലിശയുമായി ബന്ധപ്പെട്ടത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വദറൂ മാ ബഖിയ മിനദ് ദിബാ, പലിശയിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി കിട്ടാനുള്ളത് നിങ്ങൾ ഒഴിവാക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കണമെന്നാണ്. ഫഇൻ ലം തഫഅലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അതിന് നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകരുമാണ്. വഇൻ തുബ്തും ഫലകുർ ഊസു അംവാലിക്കും, നിങ്ങൾക്ക് തൗബയുണ്ടോ, കൊടുത്ത പലിശയുടെ വിഷയത്തിൽ തൗബയുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് മൂലധനം വാങ്ങാം, കൊടുത്തത് വാങ്ങാം. ലാ തളിമൂന വലാ തുളമൂൻ, അത് ഇസ്ലാമിന്റെ ഒരു പൊതുവായ നിലപാടാ. ഒരാളും ആക്രമിക്കപ്പെടാനും പാടില്ല, അക്രമത്തിന് വിധേയനാകാനും പാടില്ല. ലാ തളിമൂന വലാ തുളമൂൻ, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. സമൂഹത്തിൽ മാറ്റമുണ്ടായി. ഏറ്റവും വലിയ പലിശക്കാരനാരായിരുന്നു അറിയോ? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, നബിയുടെ പിതൃവ്യൻ. ഹജ്ജത്തുൽ വദാഇന്റെ സമയം അള്ളാഹുവിന്റെ റസൂല് ഓരോ ഇസ്ലാമിന്റെ നിയമങ്ങളും പറഞ്ഞു പൂർത്തീകരിക്കാൻ, പലിശയുമായി ബന്ധപ്പെട്ടത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയും, ഫസ്റ്റ് നമ്മിൽ നിന്നാണ് പലിശയുമായി ബന്ധപ്പെട്ടത് നാം ചവിട്ടി താഴ്ത്തുന്നത്. നമ്മിൽ നിന്നാണ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അല്ല, പക്ഷെ റസൂലിന്റെ കുടുംബല്ലേ, പ്രവാചകന്റെ പിതൃവ്യനല്ലേ, അവിടുന്ന് തുടങ്ങണം. അവിടെ കുടുംബമാണോ കൂടെയുള്ള ആളാണോ ഒന്നും വ്യത്യാസമല്ല. റിബൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഫഇന്നഹു മൗളൂഉൻ കുല്ലുഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് എത്ര പലിശ ആര് കൊടുക്കാണ്ടെങ്കിലും ഇനി കൊടുക്കണ്ട, അവിടുന്ന് ചവിട്ടി താഴ്ത്തണം, കൊടുത്ത പൈസ വാങ്ങാം. ഇസ്ലാമിന്റെ നിലപാട് അവിടെ മാറ്റമുണ്ടായി. പിന്നെ പലിശ കൊടുക്കുന്ന മുസ്ലിം, പലിശ വാങ്ങുന്ന മുസ്ലിം, പലിശ എഴുതുന്ന മുസ്ലിം എന്നൊന്നുമില്ല. പിന്നെ പലിശയുമായി മുസ്ലിങ്ങൾക്ക് ഒരു ഇടപാടില്ല.
നമ്മുടെ നാട്ടിലൊക്കെ വിദഗ്ധമായിട്ടാണ് ആളുകൾ ഇതിൽ പെടുക അല്ലേ? ചില സംരംഭത്തിലേക്ക്, ചില കുറികളിലേക്ക്, ചിട്ടികളിലേക്കൊക്കെ കൂടിക്കഴിഞ്ഞ അവസാനം കാത്തുന്നാമായി. ആദ്യമുള്ളവനെ ചെത്തിയതൊക്കെ അവസാനമുള്ളവന് കിട്ടും. ഈ സാധു 2 ലക്ഷം 5 ലക്ഷത്തിന് കൂടിയതായിരിക്കും. ഇവ ഉമ്മാക്ക് ക്യാൻസർ ആയപ്പോ, അല്ലെങ്കിൽ ഉമ്മയുടെ കിഡ്നി നഷ്ടപ്പെട്ടപ്പോ ആദ്യത്തെ ചികിത്സയും ഡയാലിസിസിനും വേണ്ടി 5 ലക്ഷം അടച്ചാലും വേണ്ടിയില്ല, 2 തന്നാ മതി എന്ന് പറയുമ്പോ 2 കിട്ടും. സന്തോഷായി എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ഡയാലിസിസ് അല്ലേ, ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാൻ പറ്റുമോ? ഇന്ന് മാറ്റേണ്ട കിഡ്നി നാളെ മാറ്റാൻ പറ്റുമോ? ഇല്ല. ബാക്കി 2 അവിടെ ഉണ്ട്. അപ്പൊ കുറച്ച് പൈസ ഉള്ള ഒന്നും ചെയ്യണമെന്നില്ല, സാധുവായിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവിടുന്ന് അവസാനത്തെ ആള് പന. കാരണം എന്താ? ഇവനൊരു ബുദ്ധിമുട്ടില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലേ, ആരോടും നിർബന്ധിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ നടന്നു പോണ ഒരു സംവിധാന എന്ന് പറഞ്ഞ് ഈ സാധുവിന്റെ ഈ വിയർപ്പും ഈ അധ്വാനവും എല്ലാം ഇങ്ങോട്ട് വടിച്ചു കൂട്ടിയിട്ടാണ് അവനവന്റെ മക്കൾക്ക് കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, മനുഷ്യൻ ചെയ്യുന്ന എത്ര മോശം പരിപാടിയാണ് ഇതൊക്കെ. ഇവിടെ തന്നെ എത്ര മോശമാണ്. പക്ഷെ ഇസ്ലാം പറഞ്ഞു, ലഘൂകരിച്ചില്ല, വളരെ മോശമാണ്. അങ്ങനത്തെ ഇടപാട് വിശ്വാസികൾക്കുണ്ടാകരുത് എന്നതാണ്. അപ്പൊ എത്ര ഒരു സമൂഹത്തിൽ എത്ര മാനവികമായ മനുഷ്യത്വമുള്ള നിയമമാണ് ഖുർആനിലൂടെ പാസാക്കിയത്. വ്യഭിചാരം അല്ലേ, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, അതിന്റെ എല്ലാ ധാർമ്മികതയും സദാചാരവും മതബോധവും എല്ലാം എടുത്തൊഴിവാക്കി കേവല ബുദ്ധിയെ മാത്രം കൂട്ടുപിടിച്ച് കെട്ടി ഉയർത്തിയുണ്ടാക്കിയ സൗധങ്ങൾ പൊളിഞ്ഞ് പാളീസാകുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പാശ്ചാത്യന്റെ ജീവിത രീതിയാണ് എപ്സ്റ്റീൻസ് ഫയൽസ് കൊണ്ടുവന്നത് മുന്നോട്ട്. അതിന്റെ ആ ശൃംഖലകൾ, അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എത്ര എപ്സ്റ്റീന്റെ ലൈംഗിക വ്യാപാര ശൃംഖലയും അതിൽപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രേഖകളും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ജനുവരി 30-ന് 2000-ഓളം വീഡിയോസ്, 18 ലക്ഷത്തോളം ചിത്രങ്ങൾ ഉൾപ്പെടെ 3 ദശലക്ഷത്തിലധികം പേജുകളാണ് US നീതിന്യായ വകുപ്പ് പരസ്യപ്പെടുത്തിയത്. അത് എത്രയുള്ള നിങ്ങൾ മില്യൺ കണക്കിനുണ്ട്, അതിന്റെ കുറച്ചേ വന്നിട്ടുള്ളൂ. ആരെന്നറിയോ? 9 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങൾ വിധേയമായ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ. പാശ്ചാത്യനിലേക്ക് ആളുകൾ അവരുടെ നിയമങ്ങളിലേക്ക് വളരെ ആവേശത്തോടു കൂടി അടുക്കുമ്പോ 9 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള ചെറിയ പെൺകുട്ടികളെ വെറുതെ വിടാൻ പോലും അവർക്ക് തോന്നിയില്ല എന്നതാണ്. ലോകത്തെ വലിയ നേതാക്കന്മാരുടെ ചിത്രങ്ങളും വീഡിയോസുകളൊക്കെ പുറത്തു വരുന്നത്. അവിടെ ഇസ്ലാമിന് നിർദ്ദേശമുണ്ട്. അത് മനുഷ്യന് വേണ്ടിയാണ് ഇസ്ലാം. അല്ലാതെ സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ലൈംഗിക ത്വര ഒരു നിയമമാക്കി സമൂഹം മോശാകട്ടെ, എനിക്ക് ആസ്വദിക്കല്ലോ എന്നുള്ള വിചാരാണ്. അല്ല, വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, വ്യഭിചാരം എന്നത് ഏറെ വൃത്തികെട്ട ഒന്നാണ്, അത് വളരെ മോശം വഴിയുമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ ഒരു സമൂഹത്തിൽ ആളുകൾ അനുസരിച്ചാൽ ഒരു നല്ല ജനത, ഒരു നല്ല സമൂഹം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫി ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ അവരിലേക്ക് ഓതി കേൾപ്പിച്ചു. അവർ നന്നായി, അവർ മാറി, ലോകത്തെ ഏറ്റവും നല്ല ജനതയായി മാറി. വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്നവർ. ഹർബുൽ ബസ്സൂസ് എന്ന ഒരു യുദ്ധമുണ്ട്, 40 കൊല്ലം. എന്തിനെന്നറിയോ? ബസ്സൂസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കയ്യിലുള്ള ഒരു ഒട്ടകം ബനൂ തഗ്ലബ് ഗോത്രത്തിന്റെ അവരുടെ സ്ഥലത്തേക്കൊന്ന് പ്രവേശിച്ചു എന്നതിന്റെ പേരിൽ 40 വർഷമാണ് അവർ യുദ്ധം ചെയ്തത്. ആ മനുഷ്യന്മാര് പിന്നെ വിട്ടുവീഴ്ച ചെയ്യുന്ന, എല്ലാം പുറത്തു കൊടുക്കുന്ന ഏറ്റവും നല്ല മനുഷ്യന്മാരായി മാറാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ അവർ സ്വീകരിച്ചു എന്നതാണ്. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ശബരിമല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഖുർആനിൽ, ഇസ്ലാമിൽ സ്ത്രീക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് തനിക്ക് ലഭിച്ച ഗവൺമെന്റ് ജോലി രാജിവെച്ച് അവർ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടിയിരുന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പ് മുഹമ്മദിനോടാണ് എന്ന് പറഞ്ഞിരുന്ന സ്ത്രീ. അവരിങ്ങനെ വായിക്കാൻ, കുടിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കും, എന്തൊരു കുറ്റത്തിനാണ് ഞങ്ങളെ കുടിച്ചു മൂടിയത് എന്ന്. 2026 ഈ ആയത്തുകൾ ഓതുമ്പോഴാണ് എപ്സ്റ്റീൻസ് ഫയൽസിന്റെ വിവരങ്ങൾ വരുന്നത്. 1400 വർഷം മുൻപ്.
നിങ്ങൾക്കൊരു പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം കറുത്തിരുണ്ടു പോയിരുന്നു. അവരാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെയുള്ളൂ, ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുമോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. 3 പെൺകുട്ടികളുള്ളവർക്ക് സ്വർഗമുണ്ട്. പ്രവാചകരെ, ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെയുള്ളൂ, സ്വർഗമുണ്ടോ? പെൺകുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും പെൺകുട്ടികളെ മാന്യമായി വളർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്തിയത് വിശുദ്ധ ഖുർആനാണ്. ശബരിമല പിന്നീട് തനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് മുഹമ്മദിനോടാണ് എന്ന് പറഞ്ഞ ശബരിമല പിന്നെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ വായിച്ചു. അവരുടെ പേരിപ്പോ ഫാത്തിമ ശബരിമല എന്നാണ്. ആരെ പേരട്ടത്? നബിയുടെ മകളുടെ പേര്. ഇതാണ് ഖുർആൻ. ഈ ഖുർആനാണ് എന്റെയും നിങ്ങളുടെയും മൊബൈൽ ഫോണിലുള്ളത്. അതിന്റെ വ്യാഖ്യാനവും വിശദീകരണവുമാണുള്ളത്. ആ ഖുർആനുമായി ഈ വിശുദ്ധ റമദാനിൽ വായിച്ച് മനസ്സിലാക്കി ജീവിതത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.